ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ NSP പോർട്ടലിൽ എങ്ങനെയാണ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണതിനെ പറ്റിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് OTR രജിസ്ട്രേഷൻ, രണ്ടാമത്തെ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ മൂന്നാമത്തെ വെരിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ആയിട്ടുള്ള OTR രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സെക്കൻഡ് വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും, കാരണം രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും. സോ ഇതായിരിക്കും പാർട്ട് 1. അതിന് മുന്നായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ NSP റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറ്. വേറെയും സ്കോളർഷിപ്സിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പ് 1 ആയിട്ടുള്ള OTR രജിസ്ട്രേഷൻ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഇനി അഥവാ ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് അടിയിൽ കൊടുക്കാം, അപ്പൊ അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. കമന്റ്സിൽ ഇട്ടാൽ മേ ബി കാണാൻ ചാൻസ് വളരെ കുറവാണ്. NSP പോർട്ടലിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പൊ അതിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇത് ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്, ഫോണിൽ എടുത്താലും സെയിം പോലെ തന്നെ കാണും. സോ ഇത് ആദ്യമായി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അപ്ലിക്കേഷൻ ലോഗിന്റെ തൊട്ടടിയിലായിട്ട് രജിസ്റ്റർ യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉള്ള ഒരു ടാബ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ രജിസ്റ്റർ ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. OTR അഥവാ വൺ ടൈം രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആ 2 ബോക്സ് ടിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ രജിസ്റ്ററിന്റെ തൊട്ടടിയിലായിട്ട് ഒരു 4 സ്റ്റെപ്സ് നിങ്ങൾ കാണാം. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡത്തെ സ്റ്റെപ്പാണ് രജിസ്റ്റർ മൊബൈൽ നമ്പർ. അപ്പൊ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഗെറ്റ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ആ മൊബൈൽ നമ്പർ സിമ്മുള്ള ഫോണിലേക്ക് മെസ്സേജ് വരും. ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാപ്ച അടിച്ചതിന് ശേഷം വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പാണ് eKYC. അത് 3 തരം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആധാർ ഉള്ളവരും, ആധാർ ഇല്ലാതെ EID നമ്പർ ഉള്ളവർക്കും, പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിന്റെ ആധാർ വെച്ചിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് 3 പേർക്കും ഇതിൽ ചെയ്യാവുന്നതാണ്. സോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആധാർ നമ്പർ ആണ് ഉള്ളെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് OTP വരും. ആ OTP അടിച്ചു കൊടുത്ത് ക്യാപ്ച അടിച്ചു കൊടുത്ത് വെരിഫൈ കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ EID നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ ടൈമും ഡേറ്റും രജിസ്ട്രേഷന്റെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാപ്ച അടിച്ച് വെരിഫൈ കൊടുക്കാം. ഇനി തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഗാർഡിയൻ ആധാർ നമ്പർ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ആരുടെയാന്ന് ആദ്യം സ്പെസിഫൈ ചെയ്യണം. ഫാദറിന്റെ ആണോ മദറിന്റെ ആണോ, അല്ലെങ്കിൽ ഓർഫൻ ആണെങ്കിൽ അതും സ്പെസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഫാദറിന്റെ ആണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ആധാർ നമ്പർ അടിച്ച് OTP അടിച്ച് വെരിഫൈ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരിക നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, ഇമെയിൽ ID. അപ്പൊ ഇതെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം 2 ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അത് ക്ലിക്ക് കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യാം. സോ അടുത്തതായിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. eKYC അപ്ഡേറ്റ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTR ജനറേറ്റ് ആയി വരുന്നതാണ്. അപ്പൊ ഈ നമ്പർ നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കണം. ഇതാണ് നിങ്ങളുടെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള OTR നമ്പർ. അതുപോലെ തന്നെ ഒരു ഫേസ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഇതിവിടെ കൊടുക്കാം. അത് നിങ്ങൾ വേറൊരു ആപ്പിലായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്, പാർട്ട് 2 ആയിട്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫിഗ് ന്യൂട്രോൺസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. കമന്റ്സ് ഇട്ടാൽ മേ ബി കുറെ കമന്റ്സ് വരുമ്പോൾ അത് നോട്ടീസബിൾ ആവില്ല. അപ്പൊ എന്റെ ചാനലിൽ മെയിൻ ആയിട്ട് 3 പ്ലേലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഫസ്റ്റത്തെ NSP സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന മൈനോറിറ്റി സ്കോളർഷിപ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ FAQs, അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കമന്റ്സിൽ കുറെ പേര് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം FAQs എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാവും ഉണ്ടാവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ എന്റെ ചാനലിൽ വേറെയും കുറെ വീഡിയോസ് ഇത് റിലേറ്റഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പോയി ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ പ്ലേലിസ്റ്റുകളും ചെക്ക്ഔട്ട് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.